ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. പക്ഷേ ഇന്നലെ ഇറാൻ അടിയന്തരമായി അവരുടെ വ്യോമപാതയും വിമാനത്താവളങ്ങളും അടച്ചു. സുരക്ഷ സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നതിനാലാണ് ഇപ്പോൾ ഈ വ്യോമത്താവളങ്ങളും ഒപ്പം തന്നെ വ്യോമപാതയും അടച്ചതെന്ന് മന്ത്രാലയ വക്താവ് മജിദ് അഖാൻ പറഞ്ഞിരിക്കുന്നു. ഇറാന്റെ തെക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ വിമാനത്താവളങ്ങൾ, ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളം, ഇമാം ഖൊമേനി വിമാനത്താവളം തുടങ്ങിയവ ഇതിൽ പെടുന്നുണ്ട്. ഏത് നിമിഷവും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കും എന്ന് ഇറാനിൽ ആശങ്ക ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഹൂത്തികൾക്ക് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ട്രംപ് പറയുന്നത് തങ്ങൾ കൊണ്ടുവന്ന ബോംബർ വിമാനങ്ങൾ തിരിച്ചു മടങ്ങിയിട്ടില്ല, അമേരിക്കയിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് കരുതിയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ അതായത് യമനിൽ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ഇതിന്റെ ഭാഗമായി വീണ്ടും ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പശ്ചിമേഷ്യ കരുതുന്നു. ഒപ്പം തന്നെ തങ്ങളെ ആക്രമിച്ചാൽ ഇനി പഴയതുപോലെ ആകില്ല, വിനാശകരമായ തിരിച്ചടി ആയിരിക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും വെടിനിർത്തൽ കഴിഞ്ഞ് ഈ കേവലം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ആകുമ്പോഴേക്കും വീണ്ടും സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അടിയന്തരമായി തന്നെ പടിഞ്ഞാറൻ മധ്യ മേഖലയിലെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നു ഇറാൻ. അതുവഴിയുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു. ഇന്നലെ ആഭ്യന്തര സർവീസും ഇറാൻ നിർത്തിവെച്ചിരുന്നു. ഇസ്രായേലിലെ ഡ്രോണുകളും മറ്റും ഇറാനിലുണ്ട്. ഇത് ഇറാൻ കണ്ടെത്തി അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു ആക്രമണം വരും എന്ന് ചില തിയറികളും ചില മാധ്യമങ്ങൾ ചമക്കുകയുണ്ടായി. ഏതായാലും ഇന്നലെ മുതൽ തന്നെ ഇറാൻ അവരുടെ പടിഞ്ഞാറൻ മധ്യ വ്യോമപാത അടച്ചിരിക്കുന്നു, വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.